കാക്കയെ കുളിപ്പിച്ച് കൊക്കാക്കാൻ ശ്രമിക്കുന്ന പോലെ ജനാഭിമുഖത്തിനു വേണ്ടി പഠിച്ച പണി 18 എടുത്ത് അധ്വാനിക്കുന്ന വിമതരെ, നിങ്ങളുടെ അധ്വാനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക എന്നു പറഞ്ഞ ഈശോ മിശിഹായുടെ കയ്യിൽ കൊടുത്ത് അവിടുത്തെ ഹിതം നിറവേറ്റാൻ വേണ്ടി ഈശോ മിശിഹായുടെ മുന്നിൽ ശാന്തമായി സ്വസ്ഥതയോടെ ഇരിക്കുക. തിരുസഭയെ മുന്നോട്ടു പോകാൻ അനുവദിക്കുക. ഏകീകൃത വിശുദ്ധ കുർബാന സ്വർഗത്തിൽ നിന്ന് നൽകിയതുകൊണ്ടാണ് അത് ഔദ്യോഗികമായി സീറോ മലബാർ സഭയിൽ സ്ഥാപിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് സാധിച്ചത്. ദൈവ തിരുമനസ്സിനെ അംഗീകരിക്കുന്ന എല്ലാ ദൈവികരും വിശ്വാസികളും അത് അർപ്പിക്കുന്നു. അല്ലാത്തവർ അത് തിരസ്കരിക്കുന്നു. വിമതരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് യുദ്ധം ചെയ്യുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ചുവന്ന സർപ്പത്തെയും കറുത്ത സർപ്പത്തെയും കൂടെ ചുവന്ന സർപ്പത്തെ വിഴുങ്ങുന്ന പച്ചില പാമ്പിനെയും കൂട്ടുപിടിച്ചു. നരകത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പരിശ്രമിക്കാതെ ഈശോയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ പരിശ്രമിക്കുക. ഓരോ ദിവസവും രംഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പയെയും സീറോ മലബാർ സഭ അധികാരികളെയും അനുസരിക്കാത്ത വിമത പുരോഹിതരെ ആലപ്പുഴ രൂപതയുടെ ദൈവാലയങ്ങളിൽ പങ്കെടുപ്പിക്കില്ലെന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. മാർപ്പാപ്പയെയും സീറോ മലബാർ സഭ അധികാരികളെയും അനുസരിക്കാതെ സ്വയം ബിഷപ്പായി വേഷം കെട്ടുന്ന ആൻഡോ ചേരന്തുരുത്തിയെ ലത്തീൻ രൂപതയിലെ ഒരു ദൈവാലയത്തിലും ഇനി അടുപ്പിക്കേണ്ടെന്ന് ആലപ്പുഴ രൂപത തീരുമാനമെടുത്തു. ഒപ്പം സീറോ മലബാർ സഭയുടെ മുഴുവൻ വിമത വൈദികരെയും ബഹിഷ്കരിക്കുവാനും ആലപ്പുഴ രൂപത നിർദ്ദേശം നൽകി. വിമതന്മാരെ, നിങ്ങളുടെ ആഗ്രഹം സീറോ മലബാർ സഭയിൽ നടക്കാൻ പോകുന്നില്ല. ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ തന്നെ ഒരു വേരിയൻ്റായി അംഗീകരിക്കണമെന്ന് നിങ്ങൾ 1000 തവണ പറഞ്ഞാലും നടക്കില്ല. നിവൃത്തിയില്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് കീഴിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി എറണാകുളം അങ്കമാലി രൂപതയെ വേർതിരിക്കണമെന്ന ആഗ്രഹവും നടക്കില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേയുള്ളൂ. കത്തോലിക്ക സഭയിൽ നിന്നും സെപ്പറേറ്റ് ഗ്രൂപ്പായി പിരിഞ്ഞു പോവുക. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്.